എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചിത്തിര നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് പറയുന്നത്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമാന്യത്തിൽ കവിഞ്ഞുള്ള കർമ്മകുശലത ഉണ്ടായിരിക്കും. അധികം ആളുകളും ശാന്തശീലരും കുശാഗ്ര ബുദ്ധിയുള്ളവരുമാണ്. കുബുദ്ധികളും സ്നേഹശൂന്യരും ഇവരിൽപ്പെടും. എത്ര വലിയ എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും അവഗണിച്ചുകൊണ്ട് ധൈര്യത്തോടുകൂടെ തൻ്റെ ഇടത്തോടുകൂടി ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇത് ചിത്തിര നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഇവരിൽ കഴിവും അധികാര ബുദ്ധിയും കുറച്ച് കൂടുതലാണ്. ഇവരിൽ അധികം ആളുകളും ഹൃദയശൂന്യരായിട്ടാണ് കാണപ്പെടുന്നത്. സ്വന്തം തീരുമാനത്തിൽ കൂടി മാത്രമേ ഈ നക്ഷത്രക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ. മറ്റൊരാളിൻ്റെ അഭിപ്രായത്തെ ഇവർ മാനിക്കാറില്ല. പിതാവിൻ്റെ കുടുംബത്തെ കൊണ്ടോ പറയത്തക്ക അനുഭവങ്ങളൊന്നും ഇവർക്കുണ്ടാവാറില്ല. ഇവർക്ക് അഭിമാനം കൊള്ളാവുന്ന സ്വഭാവ ഗുണമോ മഹാത്മ്യമോ ഉള്ള പിതാക്കന്മാരായിരിക്കും ഉണ്ടായിരിക്കുക. ഈ നക്ഷത്രക്കാർ വളരെ മാതൃഭക്തിയുള്ളവരാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് മാതൃസൗഭാഗ്യം കുറച്ച് കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നവരാണ്. ഇവർ ജനിക്കുന്ന ഭവനം വിട്ട് അന്യ കുടുംബവും സാഹചര്യവും സൃഷ്ടിക്കുന്നവരാണ്. 32 വയസ്സുവരെ വലിയ പുരോഗതി ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാറില്ല. 33 മുതൽ 54 വരെയാണ് ഇവരുടെ സുവർണ കാലഘട്ടമായി കണക്കാക്കുന്നത്. ഈ സമയത്ത് അഭിമാനകരമായി പലതും നേടാൻ ചിത്തിര നക്ഷത്രക്കാർക്ക് കഴിയാറുണ്ട്. ചിത്തിര നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള മത്സരങ്ങളെയും നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. കൂടാതെ അപവാദങ്ങൾ, ആരോപണങ്ങൾ എന്നിവ ഇവർക്ക് കേൾക്കാനിടയാവാറുണ്ട്. ഇവർക്ക് ദാമ്പത്യ ജീവിതം അത്ര തന്നെ തൃപ്തികരമായി കാണാറില്ല. ഭാര്യയില്ലാത്തവരോ സന്താനമില്ലാത്തവരോ വിവാഹത്തിൽ താമസം നേരിട്ടവരോ ആയിട്ടാണ് ഇവരെ കാണാറുള്ളത്. ജാതകത്തിനനുസരിച്ച് മാറ്റമുണ്ടാകും. നല്ല സമയമാണെങ്കിൽ രമ്യതയുള്ള കുടുംബവും ഇതിൽ കാണാറുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നിർഭാഗ്യവതികളും തിക്ത ദുരനുഭവങ്ങൾ ഉള്ളവരുമാണ്. ദുസ്വാതന്ത്ര്യം ഇവരിൽ കുറച്ച് കൂടുതലായി കാണപ്പെടുന്നു. ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമല്ല. ചുരുക്കി പറഞ്ഞാൽ കല്ലും മുള്ളും നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും ചിത്തിര നക്ഷത്രക്കാരായ സ്ത്രീകളിൽ കാണാൻ കഴിയുക. ചിലർക്ക് സന്താന ദുരിതങ്ങളും കാണാറുണ്ട്. എന്നാൽ ഇവർ ഗ്രഹത്തിന് എന്നും ഒരു അലങ്കാരമായിട്ടാണ് കാണുന്നത്. ഈ നക്ഷത്രത്തിന് കുറച്ച് പ്രതികൂല നക്ഷത്രങ്ങളുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നിവ ചിത്ര നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇനി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. ചിത്തിര, അനിഴം, മകീരം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനവും മറ്റു പൂജാതി കാര്യങ്ങളും വളരെ ഉചിതമായി കാണപ്പെടുന്നു. ചൊവ്വയെ പ്രീതിപ്പെടുത്തുക എന്നത് ചിത്തിര നക്ഷത്രത്തിൻ്റെ ഒരു വലിയ മഹത്വമാണ്. ചിത്തിര നക്ഷത്രവും ചൊവ്വയും ചേരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുക, ക്ഷേത്ര ദർശനമെടുക്കുക എല്ലാം വളരെ ഉചിതമായി കാണുന്നു. വെള്ള, ഇളം നീല, ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായി കാണപ്പെടുന്നു. ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ചൊവ്വയാണ്. ചിത്തിരയുടെ ദേവത ത്വഷ്ടാവാണ്. ഈ നക്ഷത്രത്തിൻ്റെ മൃഗം ആൾപുലിയാണ്. വൃക്ഷം കൂവളം, അസുരഗണം, സ്ത്രീ യോനി, പക്ഷി കാക്ക, ഭൂതം അഗ്നിയാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ചൊവ്വയായതുകൊണ്ട് തന്നെ നമുക്കൊരു ചൊവ്വയുടെ സ്തോത്രം ജപിക്കാവുന്നതാണ്. അങ്കാരകോ യമശൈവ സർവരോഗാപഹാരക വൃഷ്ടികർത്ത വൃഷ്ടിഹർത്ത സർവകാമഫലപ്രദ. അടുത്ത ദിവസം ചോതി നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. ശുഭം.